ഹലോ, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വ്ളോഗാണ്. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ലഞ്ചിൻ്റെ ഒരു മെനു കാണിക്കാം. അപ്പോൾ ലഞ്ച് ഉച്ച തൊട്ടിട്ടാണ് ഇത് ഞാൻ വ്ളോഗ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യം ഉപ്പേരിക്ക് എന്താ ഉണ്ടാക്കുന്നതെന്ന് വിചാരിച്ചാൽ ഈ ബീൻസാണ് ഉപ്പേരിക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു. കൂട്ടാൻ മുളങ്കി സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് മുളങ്കിയൊക്കെ ഒന്ന് വൃത്തിയായിട്ടൊന്ന് കട്ട് ചെയ്തു. നല്ല ഫ്രഷ് മുളങ്കിയാണ് കിട്ടിയത്. ഞാനിവിടെ സെപ്റ്റോന്നാണ് ഓർഡർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ പ്രീവിയസ് വീഡിയോസിലും ഒക്കെ കാണിച്ചിട്ടുണ്ട് ഞാൻ. സോ സെപ്റ്റോന്ന് ഞാൻ മുളങ്കി ഓർഡർ ചെയ്തു. നല്ല ഫ്രഷ് ആയിരുന്നു. അപ്പോൾ മുളങ്കിയും പിന്നെ ക്യാരറ്റും ഇട്ടിട്ട് ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി മാത്രമേ ഞാൻ കാണിക്കാം. ജസ്റ്റ് കൂടുതലായിട്ടൊന്നും ഞാൻ കാണിക്കുന്നില്ല, കാരണം എല്ലാം സാമ്പാറിൻ്റെ ഒരേ റെസിപ്പിയാണ്. ഞാൻ സാമ്പാറിൻ്റെ ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഞാൻ വീഡിയോയിൽ, ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. സോ സെയിം അതേ പ്രൊസീജിയറാണ്, പക്ഷേ വെജിറ്റബിൾസ് മാത്രം കുറച്ച് മാറ്റിയാൽ മതി. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ഞാൻ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ സാമ്പാറിനുള്ള ഉള്ളി തക്കാളി ഒക്കെ അരിയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ വർക്കിംഗ് ഡേ ആണ്. അപ്പോൾ എല്ലാം പെട്ടെന്ന് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സമയം ഉണ്ടായിരുന്നില്ല, കാരണം ഞാൻ നൈറ്റ് ഷിഫ്റ്റാണ് ചെയ്യുന്നത്. എൻ്റെ ഷിഫ്റ്റ് വൈകിട്ട് 6 മണിക്ക് തുടങ്ങും. 6 മണിയിൽ നിന്ന് 3:30 വരെയാണ്, പുലർച്ചെ 3:30 വരെ. അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങും. ഞാൻ എല്ലാം വെച്ചുണ്ടാക്കിയിട്ട് ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം ഒന്ന് TV ഒന്ന് കണ്ടിട്ട് ഞാൻ പിന്നെ കിടന്നുറങ്ങും. പിന്നെ ഒരു 5 മണിയാകുമ്പോഴേ എണീക്കുക. അപ്പോൾ 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിച്ചിട്ട് പിന്നെ ഞാൻ എൻ്റെ പണി തുടങ്ങും. അങ്ങനെയാണ് എല്ലാം വീക്ക് റൂട്ടീൻ പോകുന്നത്. അപ്പോൾ ശരി, ഇന്നത്തെ ഒരു ലഞ്ച് മെനു കാണിക്കാമെന്ന് വിചാരിച്ച് അതുകൊണ്ട് എടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അധികം കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ അതുകൂടാതെ ഒരു കഫേ പോവും ഞങ്ങൾ, രാമേശ്വരം കഫേ എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ വീക്കെൻഡ് പോയതായിരുന്നു. അത് ഏറ്റവും നല്ല ഒരു കഫേയാണ്. അത് നല്ല ഫേമസ് കഫേയാണ്. അത് ആദ്യം ബാംഗ്ലൂരിലാണ് വന്നത്. അതിപ്പോൾ റീസെൻ്റായിട്ട് ഇവിടെ ഹൈദരാബാദിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. എല്ലാം ടിഫിൻ ഐറ്റംസ്, സൗത്ത് ഇന്ത്യൻ എല്ലാം ടിഫിൻസും കിട്ടും നിങ്ങൾക്ക്. അപ്പോൾ ആരെങ്കിലും ഹൈദരാബാദ് വരുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം. നല്ല ഭക്ഷണമാണ്. നല്ല സൗത്ത് ഇന്ത്യൻ ഭക്ഷണം കിട്ടണമെങ്കിൽ അവിടെ പോയാൽ മതി. അല്ലാതെ വേറെ കാര്യമായിട്ടൊന്നും ഇവിടെ അത്ര നല്ല സൗത്ത് ഇന്ത്യൻ ടിഫിൻ കിട്ടിയില്ല. ഹൈദരാബാദിലെല്ലാം നോർത്ത് ടിഫിനാണ് കൂടുതൽ കാണുന്നത്. ും കുറേ ഹെൽപ്പ് ചെയ്തു ഇന്ന് ഉപ്പേരി ഉണ്ടാക്കാനായിട്ട്, കുറച്ച് അരിയാനൊക്കെ ആയിട്ട്. ഹസ്ബൻഡിന് വർക്ക് ഫ്രം ഹോമാണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒറ്റയ്ക്ക് പെട്ടെന്ന് ചെയ്യും. ഞാനൊന്ന് ഹെൽപ്പ് ചോദിച്ചു, അപ്പോൾ വന്ന് ചെയ്യും. എല്ലാം പണിയും ചെയ്യും. എല്ലാം കുക്കിങ്ങൊക്കെ നല്ലോണം അറിയാം. അപ്പോൾ അങ്ങനെ വലിയ ബുദ്ധിമുട്ടില്ല എനിക്കെന്തെങ്കിലും വയ്യാതെയായ അപ്പോൾ പുള്ളിക്കാരൻ തന്നെ എല്ലാം ഉണ്ടാക്കലും വയ്ക്കലും ഒക്കെ. നല്ല ഒരു ഷെഫാണ് എന്ന് പറയാം. കാരണം കുറേ ബാച്ചുലറായിട്ട് ഉണ്ടായിരുന്നതാണ്. ബാച്ചുലർ ലൈഫിൽ എല്ലാം ഉണ്ടാക്കിയായിരുന്നു റൂമിൽ തന്നെ ഉള്ളപ്പോൾ. അപ്പോൾ അങ്ങനെ എല്ലാം അറിയാം ഉണ്ടാക്കാൻ. അപ്പോൾ ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് വിളിക്കും. അപ്പോൾ വന്നിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് പോകും. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. എണ്ണ ചൂടാക്കിയിട്ട് എല്ലാം കടുകൊക്കെ ഇട്ടു. അപ്പോൾ കൂടുതലായിട്ട് ഞാൻ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല. പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ഇതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്, എൻ്റെ കഴിഞ്ഞ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. തമിഴ്നാട് സ്റ്റൈൽ സാമ്പാർ എന്ന് പറഞ്ഞിട്ട്. ഈ സാമ്പാർ പൊടിയാണ് ഞാൻ ഈ പ്രാവശ്യം യൂസ് ചെയ്തത്, മദ്രാസ് സാമ്പാർ പൗഡറിന്. സാധാരണ ഞാൻ ഈസ്റ്റേണിൻ്റെ സാമ്പാർ പൊടിയാണ് യൂസ് ചെയ്യുന്നത്.
പക്ഷെ അതിപ്പോൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് മദ്രാസ് സാമ്പാർ പൗഡറാണ് ഞാൻ ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. പിന്നെ കായപ്പൊടി ഇടും. കായപ്പൊടി നല്ല ടേസ്റ്റ് കിട്ടും, നല്ല ഫ്ലേവറാണ്. ഞാൻ പരിപ്പ് വേവിക്കും കുറച്ചിടും കായപ്പൊടി. പിന്നെ എല്ലാം വറുത്തിടുമ്പോഴും ഞാൻ കുറച്ചിടും. വെളുത്തുള്ളി കുറച്ച് നല്ലോണം കഴിക്കുന്ന കൂട്ടത്തിലാണ് ഞങ്ങൾ. കാരണം ഗ്യാസ്ട്രിക്കിൻ്റെ ഒക്കെ പ്രോബ്ലം ഉണ്ടാവും, പിന്നെ നൈറ്റ് ഷിഫ്റ്റൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ എല്ലാത്തിലും മാക്സിമം ഞങ്ങൾ വെളുത്തുള്ളി ഇടും. സാമ്പാറാവട്ടെ, ഇല്ല ഞങ്ങൾ ദാൽ ഫ്രൈ ഉണ്ടാക്കും ചിലപ്പോൾ പരിപ്പ് കൂട്ടാൻ, അപ്പോൾ അതിലിടും. അപ്പോൾ എപ്പോഴും വെളുത്തുള്ളി സ്റ്റോക്കായിരിക്കും വീട്ടിൽ. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഞാൻ എല്ലാം അരിഞ്ഞ് വെച്ച് കഴുകി എടുത്തു. ഇപ്പോൾ അതിലിട്ടിട്ട് പരിപ്പിട്ട് കൂട്ടിയിട്ട് കുറച്ച് പുളിയിട്ട് തിളപ്പിക്കുന്നത്, അത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞു. മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് കഷ്ണങ്ങൾ ഒന്ന് നല്ലോണം എണ്ണയിൽ ഫ്രൈ ചെയ്യുക. ഒപ്പം തന്നെ ഇപ്പുറത്ത് ഞാൻ ചോറിനും വെച്ചിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അതും ആയിക്കൊണ്ടിരിക്കുകയാണ് ചോറ്. പിന്നെ കുറച്ച് വെള്ളം ഞാൻ ചൂടാക്കാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സാമ്പാറിലോട്ട് തണുത്ത വെള്ളം ഒരിക്കലും ഒഴിക്കരുത്, ചൂടായിട്ടുള്ള വെള്ളം തന്നെ ഒഴിക്കണം. എന്നാലാണ് സാമ്പാറിൻ്റെ ആ ടേസ്റ്റ് പോവാതിരിക്കുക. അപ്പോൾ ഇതാ പുളി പിഴിഞ്ഞിട്ട് ഒഴിക്കുകയാണ്. അപ്പോൾ അധികം പുളി ഇടേണ്ട കാര്യമില്ല. കാരണം നമ്മൾ നല്ല പഴുത്ത പുളിയുള്ള തക്കാളി ആണെങ്കിൽ നമ്മൾ പുളി കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ അതിൻ്റെ പാകം നോക്കിയിട്ട് ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ കൂടുതൽ പുളിയായി പോകും. സാമ്പാർ പൊടീൻ്റെ അളവ് നിങ്ങളുടെ അനുസരിച്ചുള്ള അളവിന് ഇട്ടാൽ മതി. കാരണം ഓരോരുത്തർക്ക് ഓരോരോ അളവായിരിക്കുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 2 പേരാണുള്ളത്, അപ്പോൾ അതിനുള്ള അളവാണ് ഞാൻ ഇട്ടത്. അപ്പോൾ സാമ്പാർ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഓൾമോസ്റ്റ് ആയി എന്ന് പറയാം. ഇനി സാമ്പാറായി കഴിഞ്ഞാൽ ഇനി ഉപ്പേരിക്ക് അരിഞ്ഞു വെച്ചത് അതും കൂടി ഉപ്പേരിയും കൂടി ഒന്ന് ഉണ്ടാക്കണം. അത് കഴിഞ്ഞാൽ ചോറും ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആയി കഴിഞ്ഞു ഞങ്ങളുടെ ലഞ്ച് പ്രിപ്പയർ ചെയ്യൽ. അത് ഉപ്പേരിക്കുള്ള എണ്ണ ചൂടാവുന്നു, പുറത്ത് സാമ്പാർ റെഡിയായി. ഉപ്പേരി സിമ്പിളാണ്. ജസ്റ്റ് കടുക് പൊട്ടിച്ച് വറുത്ത് ഉള്ളിയും പച്ചമുളകും കരിവേപ്പിലയൊക്കെ ഇട്ടിട്ട് ആ ബീൻസ് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുത്ത് വേവിച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിൾ ഒരു ഉപ്പേരിയാണ്. ഇവിടെ മെല്ലെ ചൂട് തുടങ്ങുന്നുണ്ട്. ഇപ്പോൾ ഫെബ്രുവരി തുടങ്ങിയല്ലോ, അപ്പോൾ മെല്ലെ ചൂട് തുടങ്ങുന്നുണ്ട്. ഇവിടെ ചൂട് കൂടുതലാവാൻ ഒരു മാർച്ച് പകുതി ആവണം. അപ്പോൾ നല്ല ചൂട് തുടങ്ങും. അപ്പോൾ ഇപ്പോൾ കുറച്ച് കുഴപ്പമില്ല, മോഡറേറ്റ് എന്ന് പറയാം. അധികം തണുപ്പുമില്ല, അധികം ചൂടുമില്ല, അങ്ങനെയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് ഉള്ളത്. അപ്പോൾ മുകളിൽ 2 വീടുണ്ട്, 2 ഫ്ലോറാണുള്ളത് മുകളിൽ. അപ്പോൾ അതുകൊണ്ട് താഴെ ചൂട് അത്ര അറിയില്ല.
പക്ഷേ ഒരു രാവിലെ സമയം കുറച്ച് വെയിൽ അടിക്കും ഉള്ളിലോട്ട്. പക്ഷേ അല്ലാതെ വേറെ വല്ല മുകളിലൊക്കെ ആണെങ്കിൽ നല്ല ചൂടായിരിക്കുമല്ലോ, അപ്പോൾ അങ്ങനത്തെ ചൂട് ഇവിടെ ഇല്ല. അപ്പോൾ നിങ്ങളൊക്കെ പറയൂ, അവിടെ നാട്ടിലൊക്കെ നല്ല ചൂടുണ്ടോ? ഇല്ല, തണുപ്പ് എന്ന് കേട്ടു. ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച നാട്ടിലോട്ട്, അപ്പോൾ അവിടെ തണുപ്പ് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയും ആൾമോസ്റ്റ് ആയി. അതാ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഒരു ഉപ്പേരിയാണ്, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ. ഇപ്പോഴത്തെ സാമ്പാർ നല്ല ചൂടായിട്ടുള്ള സാമ്പാർ റെഡിയാണ്. ഇത് ഇഡ്ഡലിക്കും നല്ല സൂപ്പർ കോമ്പിനേഷനാണ്. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പാർ ഇഡ്ഡലി, ദോശ ആവട്ടെ, ഇല്ല ചപ്പാത്തി ആവട്ടെ, ചോറാവട്ടെ, എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ്. ഇങ്ങനത്തെ സാമ്പാറാണ് ഞാൻ ഉണ്ടാക്കുക, പെട്ടെന്ന് ഒരു ഉണ്ടാക്കാൻ പറ്റിയ. എൻ്റെ എല്ലാം ആയി. കിച്ചണും ഓൾമോസ്റ്റ് ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ. അപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട് കഴുകാൻ, അത്രയേ ഉള്ളൂ. എല്ലാം റെഡിയായിട്ട് തൈര് കുറച്ച് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇവിടെ വീട്ടിൽ ഡെന്നി, എൻ്റെ പെറ്റിന്, അവന് ചോറും പിന്നെ തൈരും കൂട്ടിയിട്ടാണ് ഞാൻ കൊടുക്കുക. നേന്ത്രപ്പഴം ഞാൻ കഴിഞ്ഞ ആഴ്ചയല്ല 2 ദിവസം മുന്നേ ഞാൻ മേടിച്ച് വെച്ചതാണ്, പഴുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ പേരയ്ക്ക മേടിച്ചിട്ടുണ്ടായിരുന്നു, ഇതും അധികം പഴുത്തിട്ട് ഇല്ല. പക്ഷേ പഴുക്കുമെന്ന് വിചാരിക്കുന്നു ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലിതാ ചോറായിട്ടുണ്ട്. അപ്പോൾ ക്ലീനിങ് പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഇതാണ് രാമേശ്വരം കഫേ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ വീക്കെൻഡ് ഞങ്ങൾ പോയത്. അപ്പോൾ ഇത് പുതിയതായിട്ട് തുടങ്ങിയതാണ് ഹൈദരാബാദിൽ അവർ, അതുകൊണ്ടാണ് നല്ല പൂവിലൊക്കെ ഡെക്കറേറ്റ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ മുമ്പിലത്തെ കാഴ്ചയാണ് ഇത്. ഞങ്ങളവിടെ മെയിൻ റോഡിൽ നിന്നിട്ട് കുറച്ച് ഫോട്ടോ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല ഫുഡായിരുന്നു. നല്ല വെജാണിത്, ഓൺലി വെജാണ്, നോൺ വെജ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ട് ഇതാ പോയാൽ ഇങ്ങനെ കാണാൻ കഴിയും. കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്കാണ് ഞങ്ങളവിടെ എത്തിയത്. അപ്പോൾ ഇങ്ങനെ ഇവിടെ റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ടീ, കോഫി, ഫിൽറ്റർ കോഫി അതിൻ്റെയൊക്കെ കൗണ്ടറാണിത്. ഫിൽറ്റർ കോഫി അടിപൊളിയാണെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ അത് മേടിച്ചില്ല, കാരണം ഞങ്ങൾ ലഞ്ചിനാണ് പോയത്. അപ്പോൾ ഇതാണ് രാമേശ്വരം കഫേ. ഇവിടെ നിന്നിട്ടാണ് നിങ്ങൾ എല്ലാം ഫുഡ് ഐറ്റംസ് ബില്ല് ചെയ്തിട്ട് നിങ്ങൾ മേടിക്കേണ്ടത്. ഇവിടെയാണ് അവർ നിന്ന് തരിക. പിന്നെ ഇപ്പോഴത്തെ ബില്ലിംഗ് കൗണ്ടറാണ്, അതാണ് ബില്ലിംഗ് കൗണ്ടർ. അപ്പോൾ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനും സ്ഥലമുണ്ട്, നിന്നിട്ട് കഴിക്കുന്നവർക്ക് അതും ചെയ്യാം. ഇത് ബില്ലിംഗ് കൗണ്ടറാണ്. ഇവിടെ കണ്ട ഒരു അമ്പലത്തിൻ്റെ ഒരു ഇതുപോലെ ചുമരിൽ അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് നല്ല ഭംഗിയാണ്. അപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് കണ്ടോ, അന്നലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് ബില്ല് ഇട്ടിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അത് താലിയാണ്, റൈസ് താലിയാണ്. അതിന് അവർ പേര് വെച്ചിരിക്കുന്നത് അന്നലക്ഷ്മി എന്നാണ്. അത് ഇതുവരെ ഒന്ന് കാണാത്തതായിരുന്നു അങ്ങനത്തെ. അപ്പോൾ ഇതാ ഞങ്ങൾ മൂപ്പര് വന്നിട്ട് റൈസ് താലി മേടിച്ചു. ഞാൻ വന്നിട്ട് പുളിയോഗര എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈസിൻ്റെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് റൈസ് താലി. അപ്പോൾ ഇത് പൊങ്കൽ, സ്വീറ്റ് പൊങ്കൽ, ഇത് പുളിയോഗര. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്ത് അവരിതാ ഇതാണ് പാൽ അവർ യൂസ് ചെയ്യുന്നത്. ഇതിവിടെ കിട്ടുന്ന ഹെറിറ്റേജ് പാലാണ്. അപ്പോൾ ഇതാണ് കൗണ്ടർ ഞാൻ പറഞ്ഞ ഫിൽറ്റർ കോഫി പിന്നെ ടീ ഒക്കെ കിട്ടുന്ന കൗണ്ടറാണ്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഒന്ന് എടുത്തതായിരുന്നു, ഇത് ജസ്റ്റ് കാണാനായിട്ട്. നല്ല ഭംഗിയായിരുന്നു, നല്ല വലുതായിരുന്നു, നല്ല സ്പേഷ്യസ് ആണ്. അപ്പോൾ അടുത്തൊക്കെ ചെടി മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല കാറ്റും ഒക്കെ ആയിട്ട്. ഇനി ഇതിന് ശേഷം ഞങ്ങൾ പെറ്റ് സ്റ്റോറിൽ നിന്ന് പോകണം. ഞങ്ങളുടെ വീട്ടിലുള്ള നല്ല 2 കുട്ടികൾ
ഡോഗും കാറ്റിനും കുറച്ച് ട്രീറ്റ്സൊക്കെ മേടിക്കാൻ. അവിടെ പോയപ്പോൾ കണ്ട കാഴ്ചയാണ് ഇത് കണ്ടോ, ഒരു കുഞ്ഞി ഗോൾഡൻ റിട്രീവറാണ്. നല്ല ബൊമ്മേനെ പോലെ ഇരിക്കുന്നില്ലേ. അവന് ഉറക്കം വന്നിട്ടാണ്, നല്ല ഉറക്കത്തിലായിരുന്നു. ഇതാരോ അവർ മേടിച്ചതായിരുന്നു. അവർ മേടിക്കാൻ വേണ്ടി വന്നിട്ട് അവർ ഇങ്ങനെ ബോക്സിൽ വെച്ചിരിക്കുകയായിരുന്നു, അവർ വന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. നന്നായി ഉണ്ടായിരുന്നു, കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു ഞാൻ. നല്ല ഉറക്കത്തിലായിരുന്നു, അപ്പോഴാണ് വന്നിട്ട് നോക്കിയത്. ഇതാണ് ആ പെറ്റ് സ്റ്റോർ ഞങ്ങൾ പോണത്, ഡാനി പെറ്റ് സ്റ്റോർ ആൻഡ് കെനൽസ് എന്ന് പറഞ്ഞിട്ട്. ഇവിടെ എല്ലാം ഡോഗ്സിനെയൊക്കെ നിങ്ങൾക്ക് മേടിക്കാം, അവരവിടെ വെച്ചിട്ടുണ്ട്. കെനലുണ്ട്. അപ്പോൾ ഹൈദരാബാദിൽ വരുന്നവർ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ 2 കുട്ടികളുടെ കളിയാണ്, ഡെന്നിയും സിംബി. സിംബ വന്നിട്ട് അവൻ്റെ ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ കയറിയിരുന്നു. അപ്പോൾ ഇവൻ വന്നിട്ട് അവനെ ഓടിക്കാനുള്ള നോക്കുകയാണ്, അതിൻ്റെ ഉള്ളിൽ കയറാൻ. അവൻ വിട്ടുകൊടുക്കുന്നില്ല സ്ഥലം. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോ എടുത്തു ഞാൻ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലിക്ക് എല്ലാം ഈ വീഡിയോ ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.